ഓഫേഴ്സിൻ്റെയും ആദർശ് ഫ്ലാറ്റിൻ്റെയും കൽക്കരി ലേലത്തിൻ്റെയും 2G 3G അഴിമതിയുടെയുമെല്ലാം കൂത്തരങ്ങായി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കൈക്കൂലിയും ഭരണവൈപരീത്യങ്ങളും കാണിച്ചു കൂട്ടിയ ഒരു പ്രധാനമന്ത്രിയുടെ മകനായി കേരളത്തിൽ ഒരു സ്ഥിരബുദ്ധിയില്ലാത്തവനെ പോലെ സംസാരിക്കുന്ന ഒരു വിദേശിയുടെ മകനായി കേരളത്തിൽ വന്ന് എലക്ഷൻ എന്ന ഒറ്റ കാരണത്താൽ തിരുനെല്ലിയിൽ പോയിട്ട് പിതൃകർമ്മം നടത്തി മുസ്ലിം ലീഗിനെ താരാട്ട് പാടുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു തണുത്ത കാറ്റടിപ്പിക്കാൻ വേണ്ടി പിതൃകർമ്മം നടത്താൻ ഇവിടെ വന്ന് ഈ ചൗക്കീദാർ ചോർ ഹേ എന്നിങ്ങനെ ഭ്രാന്തനെ പോലെ ആരോ പഠിപ്പിച്ചത് വിളിച്ചു പറഞ്ഞ് കുറേ അധികം വ്യക്തികളുടെ മുമ്പിൽ കൂടെ കടന്നുപോയ നമ്മുടെ ഭാവി ഇമാജിനറി പ്രധാനമന്ത്രി കടന്നുപോയ വഴികളിലൊന്നും ആരും അദ്ദേഹത്തിനെ കൂവിയില്ല. ശബരിമലയെ വളരെ മോശമായ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച ഭരണകൂടത്തെ പേരെടുത്ത് പറയാതെ, ശബരിമലയെയും പേരെടുത്ത് പറയാതെ കേരളത്തിലെ ആത്മീയതയെ തറപറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിലും ചെന്ന് പറഞ്ഞത് ഇവിടത്തെ ഗവൺമെൻറ്റിനെ അവഹേളിക്കുന്നതാണ് എന്ന് പറഞ്ഞു പരത്തി അമ്പലത്തിലെ ഫ്യൂസ് ഊരാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത വിധത്തിൽ പെരുമാറിയ നമ്മുടെ ഭരണകർത്താവ് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ കേരളത്തിൽ ഏതു വഴിയിൽ കൂടെ പോകുമ്പോഴും ആരും കൂവാറില്ല. അറ്റ് ദ മാക്സിമം നാമജപങ്ങളിലൂടെ മാത്രം പ്രതികരിക്കുന്നു. അത് കേട്ട് ഹാലിളകിയിട്ട് അത് കൂവലിനേക്കാൾ സീരിയസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച, ഭാരതീയ പ്രതിരോധത്തെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ച, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതിനിധിയായി ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്നൊരു ഓർഡിനറി വീട്ടിൽ നിന്ന് ഉയർന്നു കയറി പ്രതിരോധ മന്ത്രിയായ നിർമ്മല സീതാരാമനും ഗവർണർ പദവി വേണ്ടെന്ന് വെച്ച് തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് എനിക്ക് പറ്റിയത് ഈ ഒരു യജ്ഞമാണെന്ന് പറഞ്ഞ് ഈ ഓഖി വന്ന് തകർന്ന വീടുകളുടെ ഉടമസ്ഥരുടെ വഴിയിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ ഒരു മതത്തിൽപ്പെട്ട ഒരു വിഭാഗം ജനത നിർമ്മല സീതാരാമനെയും കുമ്മനം രാജശേഖരനെയും വിളിച്ചു കൂവിയപ്പോൾ കേരളത്തിൻ്റെ മഹത്തായ പൈതൃകം ഒരു മതത്തിൽപ്പെട്ട വ്യക്തികൾ അത് വളർത്തിയോ തളർത്തിയോ എന്നറിഞ്ഞുകൂടാ. പാർട്ടി പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ ആരും കൂവിയില്ല. പക്ഷെ പ്രതിരോധ മന്ത്രി ഇവിടെ വന്നപ്പോഴത്തേക്കും കൂവി. അതിന് കോൺഗ്രസ്സുകാർ കൂട്ടുനിന്നു. മറ്റുള്ളവർ മൗനാനുവാദം നൽകി. പോലീസ് സാക്ഷിഭാവത്തിൽ നിന്നു. അറിയണം, കേരളത്തിൻ്റെ സമുജ്വലമായ പൈതൃകം ലോകമെമ്പാടും എത്തിക്കാൻ സാധിക്കുന്ന ഭരണകൂടവും അത് പ്രതിപക്ഷവും ചേർന്ന് പിന്നീട് ഡൽഹിയിൽ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാവരും ചേർന്ന് തകർക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണാധികാരിയല്ല, പൈതൃകത്തെയും. ഡിവൈഡ് ഇന്ത്യ എന്ന മഹാവാക്യം പ്രായോഗികമാക്കാൻ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ഒത്തുചേർന്നിരിക്കുന്നവരുടെയും ഹീനകൃത്യമാണെന്ന് ഭാവി ലോകം എവിടെയെങ്കിലും എഴുതിയാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. പ്രണാം.